പ്രോബ്ലം നോക്കിയോ നിങ്ങള്? പ്രോബ്ലം ന്യൂമറിക്കൽ ഓഫ് ഫോഴ്സ് കോൺസ്റ്റന്റ്. നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്ന പ്രോബ്ലം ആയിരുന്നു. The fundamental vibrational frequency of HCl is 2890 centimeters. Calculate the force constant of this molecule. The atomic masses are given. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പ്രശ്നമാണോ? Atomic masses of both atoms. Since it is a diatomic molecule, there will be two atoms. This is a diatomic molecule, so there will be two atoms. One is hydrogen and its mass is 1.673 into 10 raised to negative 27 kilogram. And atomic mass of 35 Cl. It is given as 58.06 into 10 raised to negative 27 kilogram. Atomic masses are given in the unit kilogram. നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ എന്താണ് മാസിന്റെ യൂണിറ്റ് വേണ്ടത്? കിലോഗ്രാം ആണോ AMU ആണോ? ഫോഴ്സ് കോൺസ്റ്റന്റിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അറ്റോമിക് മാസിന്റെ യൂണിറ്റ് എന്തായിരിക്കണം? കിലോഗ്രാം ആയിരിക്കണോ AMU ആയിരിക്കണം? Yes, ma'am. വൈബ്രേഷൻ ഫ്രീക്വൻസി ഇതുപോലെ ഫോഴ്സ് കോൺസ്റ്റന്റ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മള് ഈ അറ്റോമിക് മാസ് എടുക്കേണ്ട യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം ആണോ അറ്റോമിക് മാസ് യൂണിറ്റ് ആണോ? ഏത് യൂണിറ്റ് ആണ് വേണ്ടത്? കിലോഗ്രാം. കിലോഗ്രാം ആണ്. യെസ് ഫർഹാന, കിലോഗ്രാം ആണ്. And you can see that it is given in kilogram. കിലോഗ്രാമിൽ തന്നത് കൊണ്ട് അവിടെ ഒരു കൺവേർഷൻ വേണ്ട, ആ വാല്യൂ അങ്ങനെ തന്നെ എടുക്കാം. AMUലാണ് തന്നതെങ്കിൽ അതിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ പ്രോബ്ലം ചെയ്തത്. Then what is the next step? We can calculate reduced mass of this diatomic molecule. It can be calculated using this equation mu equal to m1 into m2 divided by m1 plus m2. m1 into m2 divided by m1 plus m2. The value will be 1.626 into 10 raised to negative 27 kilogram. We have got the value of reduced mass. And we have to find out the value of force constant K. How can we find out that? നമുക്ക് എങ്ങനെ ഫോഴ്സ് കോൺസ്റ്റന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം? അതിന് ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? എന്ത് വേണം? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഫ്രീക്വൻസി ആണോ വേവ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ക്വസ്റ്റ്യനിൽ തന്നത് എന്തായിരുന്നു? വേവ് നമ്പർ ആയിരുന്നോ ഫ്രീക്വൻസി ആയിരുന്നോ?
ഖദീജ ഖദീജ യെസ് മാം. ക്വസ്റ്റിനിൽ തന്നിരുന്നത് വേവ് നമ്പർ ആയിരുന്നോ ഫ്രീക്വൻസി ആയിരുന്നോ? ഫ്രീക്വൻസി അല്ലേ? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. അങ്ങനെയാണ് തന്നത്. യൂണിറ്റ് എന്തായിരുന്നു? സെന്റിമീറ്റർ ഇൻവേഴ്സ്. സെന്റിമീറ്റർ ഇൻവേഴ്സ് ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണ്? ഫ്രീക്വൻസിയുടെ ആണോ? വേവ് നമ്പർ. ആ, വേവ് നമ്പർ. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ്? ഹെർട്സ്. യെസ്. ഓക്കെ ഖദീജ. ക്വസ്റ്റ്യനിൽ ഫണ്ടമെന്റൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടാണ് തരുന്നതെങ്കിലും നിങ്ങൾ അതിന്റെ യൂണിറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. സെന്റിമീറ്റർ ഇൻവേഴ്സ് മീൻസ് ഇറ്റ് ഈസ് ദ വേവ് നമ്പർ, നോട്ട് ഫ്രീക്വൻസി. It is wave number since the unit is centimeter inverse, and we know unit of unit of frequency is hertz, Hz, hertz. And we have this equation, wave number nu bar equal to 1 by 2 pi c into root of k by mu. ഇതെങ്ങനെയാണ് ഇങ്ങനെ ഇക്വേഷൻ വന്നത്? നമുക്ക് ഉണ്ടായിരുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ന്യൂ ഈക്വൽ ടു 1 by 2 pi into root of k by mu. അതായിരുന്നു നമുക്ക് ഉണ്ടായിരുന്ന ഇക്വേഷൻ അല്ലെ? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു 1 by 2 pi into root of k by mu. അങ്ങനെ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതിലെങ്ങനെയാണ് ഒരു സി വന്നിരിക്കുന്നത്? ന്യൂ ബാർ ഈക്വൽ ടു 1 by 2 pi c. നിങ്ങൾ ശ്രദ്ധിച്ചു എന്താണ് ന്യൂ ബാറിന്റെയും ന്യൂയുടെയും ഇക്വേഷൻ തമ്മിലുള്ള ഡിഫറൻസ്? ന്യൂ ബാറിലാണെങ്കിൽ ഒരു സി ഇവിടെ ഉണ്ട്. അത് എങ്ങനെയാണ് ആ സി വരുന്നത്? വി നോ frequency nu equal to c by lambda. We know that there is a relation between frequency and wavelength, that is nu equal to c by lambda. Nu equal to c by lambda. And we know 1 by lambda is nu bar. 1 by lambda is equal to nu bar. Then we can rewrite this equation as c into nu bar. Or nu bar equal to nu by c. That is the relation between wave number nu bar and frequency nu. ഓക്കെ അല്ലേ? എന്താണ് ഫ്രീക്വൻസിയും വേവ് നമ്പറും തമ്മിലുള്ള റിലേഷൻ? അതാണിത്. ന്യൂ ബാർ ഈക്വൽ ടു ന്യൂ ബൈ സി. ന്യൂ ബൈ സി അതാണ് ഈ കാണുന്നത്. 1 by 2 pi c into root of k by mu. ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യണോ ഞാൻ? എങ്ങനെയാണ് ന്യൂ ബാറിന് ഈ ഒരു ഇക്വേഷൻ വന്നത്? ന്യൂ ബൈ സി. ന്യൂ ഈക്വൽ ടു 1 by 2 pi into root of k by mu. Mu by c is 1 by 2 pi c into root of k by mu. We need to calculate force constant. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് കാണേണ്ടത് ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്.
ഫോഴ്സ് കോൺസ്റ്റന്റ് നമുക്കറിയാം സ്ക്വയർ റൂട്ടിനുള്ളിലാണ് ഉള്ളത്. അതുകൊണ്ട് അതിനെ പുറത്തെടുക്കാൻ വേണ്ടി ഇക്വേഷനെ സ്ക്വയർ ചെയ്തു. സ്ക്വയർ റൂട്ടിനുള്ളിലുള്ള കെയെ പുറത്തെടുക്കാൻ വേണ്ടി ഇക്വേഷനെ മുഴുവനായിട്ട് സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്ത് റീഅറേഞ്ച് ചെയ്യുന്നു. ഫോഴ്സ് കോൺസ്റ്റന്റ് കെ ഈക്വൽ ടു എന്ന് വരുന്ന രീതിയിൽ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുന്നു. കെ ഈക്വൽ ടു 4 പൈ സ്ക്വയർ സി സ്ക്വയർ മ്യൂ ബാർ സ്ക്വയർ മ്യൂ. That is our equation for force constant. Okay, now we can substitute the values. വേരിയബിൾസിന്റെ ഓരോന്നിന്റെയും വാല്യൂസ് ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. We know pi equal to 3.14, c is equal to 3 into 10 raised to 8 meter per second. Meter per second. യൂണിറ്റ് ശ്രദ്ധിക്കണം, കാരണം ഇവിടെ കൊടുക്കുന്ന സിയുടെയും ന്യൂ ബാറിന്റെയും യൂണിറ്റ് ഒന്ന് തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് 3 into 10 raised to 8 meter per second എന്ന് ഞാൻ സ്പെസിഫൈ ചെയ്യാൻ കാരണം. And we know new bar, it is given in the question as 2890 centimeter inverse. Mu, it is equal to 1.626 into 10 raised to negative 27 kilogram. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം. ഞാൻ പറഞ്ഞല്ലോ സിയുടെയും ന്യൂ ബാറിന്റെയും യൂണിറ്റ് ഒന്ന് തന്നെ ആയിരിക്കണം. ഒന്നുകിൽ അത് മീറ്റർ ആവാം, അല്ലെങ്കിൽ സെന്റിമീറ്റർ ആവാം. ഇവിടെ ഞാൻ സിയുടെ യൂണിറ്റ് എടുത്തിരിക്കുന്നത് സെന്റിമീറ്റർ പെർ സെക്കൻഡിലാണ്. സിയുടെ യൂണിറ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സെന്റിമീറ്റർ പെർ സെക്കൻഡിലാണ്. അതുകൊണ്ട് ന്യൂ ബാറിന്റെ യൂണിറ്റും സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ്. ഇനി നിങ്ങൾ ഇവിടെ എടുക്കുന്നത് 3 into 10 raised to 8 meter per second ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? സെന്റിമീറ്റർ ഇൻവേഴ്സിന് പകരം മീറ്റർ ഇൻവേഴ്സ് കൊടുക്കുക. കറസ്പോണ്ടിങ് ആയിട്ട് ഈ വാല്യൂ മാറുമല്ലോ, അല്ലെ? സെന്റിമീറ്റർ ഇൻവേഴ്സിനെ മീറ്റർ ഇൻവേഴ്സിലേക്ക് ആകുമ്പോൾ ആ വാല്യൂ മാറുമല്ലോ. നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലം ഇല്ലേ, ആദ്യം സോൾവ് ചെയ്ത പ്രോബ്ലം, അതിന് 3 into 10 raised to 8 meter per second ആണ്. അതുപോലെ ന്യൂ ബാറിന്റെ യൂണിറ്റ് മീറ്റർ ഇൻവേഴ്സും ആയിരുന്നു. ഒന്നുകിൽ അതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. രണ്ടിനെയും സെന്റിമീറ്റർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ഈസി അതുപോലെ ചെയ്യാം. എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക, സിയുടെ യൂണിറ്റ് സെന്റിമീറ്റർ ആണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഈ സിയുടെയും ന്യൂ ബാറിന്റെയും യൂണിറ്റ് ഒന്ന് തന്നെയായിരിക്കണം. ഒന്നുകിൽ അത് സെന്റിമീറ്ററിലാവാം, അല്ലെങ്കിൽ അത് മീറ്ററിലാവാം. രണ്ടും രണ്ട് യൂണിറ്റ് ആവരുത്. ഒന്ന് സെന്റിമീറ്ററും ഒന്ന് മീറ്ററും ആവരുത്. രണ്ടും ഒരേ യൂണിറ്റ് തന്നെ ആവണം, സെന്റിമീറ്ററോ അല്ലെങ്കിൽ മീറ്ററോ. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സോൾവ് ചെയ്താൽ എത്ര കിട്ടും? ഫോഴ്സ് കോൺസ്റ്റന്റ് ഈക്വൽ ടു വാല്യൂ എന്തായിരിക്കും?
ചെയ്യുന്നുണ്ടോ നിങ്ങള്? സോറി, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. ന്യൂ ബാർ സ്ക്വയർ ആണ് 2890 raised to 2. What will be the value of force constant? You will get 4.83 into 10 square kilogram meter. Okay, kilogram meter square centimeter raised to, sorry, second raised to s minus 4.83 into 10 square kilogram meter square s raised to -2 meter raised to -2. എന്താണ് യൂണിറ്റ് വരുന്നത്? ഫോഴ്സ് കോൺസ്റ്റന്റ് യൂണിറ്റ് ഓർക്കുക, അതെപ്പോഴും ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും. ന്യൂട്ടൺ പെർ മീറ്റർ ആണ് ഫോഴ്സ് കോൺസ്റ്റന്റ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ന്യൂട്ടൺ പെർ മീറ്റർ. ഞാനിവിടെ എന്താണ് ചെയ്തതെന്ന് മനസ്സിലായോ? നമുക്കറിയാം സെന്റിമീറ്റർ സ്ക്വയർ ഇവിടെയുണ്ട്. സ്ക്വയർ ചെയ്താൽ ഇറ്റ് വിൽ ബി സെന്റിമീറ്റർ സ്ക്വയർ ആൻഡ് ഇറ്റ് വിൽ ബി സെന്റിമീറ്റർ റേസ് ടു -2. സെന്റിമീറ്റർ സ്ക്വയർ ഇൻറ്റു സെന്റിമീറ്റർ റേസ് ടു -2 രണ്ടും കൂടെ ക്യാൻസൽ ആവും. അങ്ങനെയാണ് ആ യൂണിറ്റില് കിലോഗ്രാം എസ് റേസ് ടു -2 എന്ന് വന്നത്. മുകളിലുള്ള സെന്റിമീറ്റർ സ്ക്വയറും സെന്റിമീറ്റർ റേസ് ടു -2 ഇറ്റ് വിൽ ബി ക്യാൻസൽ. സോ യൂണിറ്റ് വരുന്നത് കിലോഗ്രാം എസ് റേസ് ടു -2 ആണ്. നമുക്കറിയാം ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ഫോഴ്സ് നമുക്കറിയാം എം ഇൻറ്റു എ ആണ്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതിനുവേണ്ടി ആ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ കിട്ടാൻ വേണ്ടി ഞാനിവിടെ മീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, മീറ്റർ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ന് വെച്ചാൽ കിലോഗ്രാം എസ് റേസ് ടു -2 ഇൻറ്റു ഈ സ്റ്റെപ്പ് എന്താണെന്ന് ക്ലിയർ ആവാൻ വേണ്ടി മാത്രമാണ്. കിലോഗ്രാം എസ് റേസ് ടു -2 ഇൻറ്റു മീറ്റർ ഡിവൈഡഡ് ബൈ മീറ്റർ. എനിക്കറിയാം ചേഞ്ച് ഒന്നും വരില്ലല്ലോ. മീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, മീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതാണിത്. ഇനി ഈ കിലോഗ്രാം മീറ്റർ റേസ് ടു -2 മീറ്റർ എസ് റേസ് ടു -2 ദാറ്റ് ഈസ് ന്യൂട്ടൺ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ദാറ്റ് ഈസ് ന്യൂട്ടൺ. And there is a meter inverse that is written as this. Shah sir.
ഷാസ്. ഷാസ് ഇല്ലേ? നസ്രി, യെസ് മാം. നസ്രിയുടെ മനസ്സിലായോ അതെങ്ങനെയാണ് അവിടെ ന്യൂട്ടൺ മീറ്റർ ഇൻവേഴ്സ് വന്നതെന്നും ഇവിടെ എങ്ങനെയാണ് ഈ സ്റ്റെപ്പ് വന്നതെന്നും മനസ്സിലായോ? ഫോഴ്സ് കോൺസ്റ്റന്റ് കാണാൻ പറഞ്ഞോണ്ടല്ലോ. ആ, ഞാൻ അതൊന്ന് പറഞ്ഞു നോക്കി എങ്ങനെയാണ് അതങ്ങനെ വരുന്നതെന്ന്. ഫോഴ്സ് കോൺസ്റ്റന്റ് കാണാൻ പറഞ്ഞത് കൊണ്ട് പറ. കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2 ന്യൂട്ടണിലേക്ക് മാറിയതല്ലേ? അത് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ S⁻² എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ് അല്ലെ? ന്യൂട്ടൺ എന്നുള്ളത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. M × A. എമ്മിന്റെ യൂണിറ്റ് കിലോഗ്രാം, എയുടെ യൂണിറ്റ് മീറ്റർ S⁻². അതാണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് കിലോഗ്രാം മീറ്റർ S⁻²നെ നമുക്ക് ന്യൂട്ടൺ എന്ന് എഴുതാം. റിമൈനിങ് ആയിട്ടുള്ള മീറ്റർ ഇൻവേഴ്സ് അത് അതുപോലെ തന്നെ എഴുതി. ഓക്കെ ആണോ? യെസ് മാം. Okay. So the force constant K will be equal to 483 Newton meter inverse. യൂണിറ്റ് ടെസ്റ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നല്ലോ അല്ലെ? അതിൽ ഈ 483 ന്യൂട്ടൺ മീറ്റർ ഇൻവേഴ്സ് എന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് തന്നിരുന്നു. And you have to calculate the value of vibrational frequency. ഓർക്കുന്നുണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ യൂണിറ്റ് ടെസ്റ്റിന് തന്നത്. അതിൽ ഈ ഫോഴ്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഓൾറെഡി തന്നിരുന്നു. നിങ്ങളോട് ചോദിച്ചത് ഫണ്ടമെന്റൽ വൈബ്രേഷൻ ഫ്രീക്വൻസിയുടെ വാല്യൂ കാണാൻ വേണ്ടിയിട്ടാണ്, തിരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, ഈ പ്രോബ്ലം ക്ലിയർ ആണോ? യെസ് ഓർ നോ? ഓക്കെ, ഇത് ഓൾറെഡി നിങ്ങൾ സോൾവ് ചെയ്ത പ്രോബ്ലം ആണ്. കാർബൺ മോണോക്സൈഡ് മോളിക്യൂളിന്റെ. You have to know what are the applications of IR spectroscopy. ഇത് നോക്കിയിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോയിന്റ് ഉള്ളതായി തോന്നിയിട്ടുണ്ടോ? Applications of IR spectroscopy. We can determine force constant of a diatomic molecule. That is an application of IR spectroscopy. There will be specific absorption range for each functional groups. Absorption range of carbonyl compound will be in 1700 to 1725 centimeter inverse. For alcoholic functional group, it is at 3300 to 3500 centimeter inverse. For each functional group, there will be a specific absorption range in IR spectra. Thus, we can identify which is the functional group present in an organic molecule. അത് ഏത് റേഞ്ചിലാണ് അബ്സോർപ്ഷൻ കാണിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്ത് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ് മോളിക്യൂളിൽ ഉള്ളത് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ആപ്ലിക്കേഷൻ. ഇതിലെ 1-2 വാല്യൂസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ 1-2 സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂസ് നോട്ട് ചെയ്ത് വെക്കണം. എക്സാമിന് ചോദിച്ചാൽ
നമുക്ക് ആപ്ലിക്കേഷൻ ആയിട്ട് അത് എഴുതുന്നതിന്റെ കൂടെ ഈ വാല്യൂസ് കൂടെ എഴുതാം. Then you can identify unknown compounds. ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ് പ്രസന്റ് ആയിരിക്കുന്നത് നോക്കിയിട്ട് അത് ഏതാണ് കോമ്പൗണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. For detecting impurities in a sample. ഇംപ്യൂരിറ്റീസ് സാമ്പിളിൽ ഉണ്ടെങ്കിൽ ആ ഇംപ്യൂരിറ്റീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പീക്ക് ഐആർ സ്പെക്ട്രത്തിൽ കിട്ടും. അത് പ്യുവർ കോമ്പൗണ്ട് ആയിട്ട് കമ്പയർ ചെയ്യും. Then we can identify whether it is pure or impure. ഇംപ്യൂരിറ്റി ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പീക്ക് അങ്ങനെ ഐആർ സ്പെക്ട്രത്തിൽ കിട്ടും. അത് നമ്മുടെ പ്യുവർ കോമ്പൗണ്ടിന്റെ ഡാറ്റയായിട്ട് കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് എത്ര പീക്ക് ഉണ്ട്, എവിടെയൊക്കെ പീക്ക് ഉണ്ടെന്ന് ചെക്ക് ചെയ്താൽ കോമ്പൗണ്ട് പ്യുവർ ആണോ ഇംപ്യുവർ ആണെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയും. And to know about hydrogen bonding, bond length, structural elucidation, that is, we can identify the unknown compound. കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. And study of coordination compounds, molecular symmetry and dipole moments. These are the applications of IR spectroscopy. നമ്മൾ ഈ സെക്കൻഡ് മൊഡ്യൂളിലെ 2 ടൈപ്പ് സ്പെക്ട്രോസ്കോപ്പിയും അവിടെ തീർക്കുന്നു. This is the third type of spectroscopy. NMR spectroscopy. ഇലക്ട്രോണിക് ട്രാൻസിഷനുമായിട്ടുള്ള UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഉണ്ടായിരുന്നു. വൈബ്രേഷണൽ അനാലിസിസ് യൂസ് ചെയ്യുന്ന IR സ്പെക്ട്രോസ്കോപ്പി ഉണ്ടായിരുന്നു. This is the third one, that is NMR spectroscopy. Nuclear magnetic resonance spectroscopy. That is NMR spectroscopy. Nuclear magnetic resonance spectroscopy. NMR spectroscopy. ഏത് റേഡിയേഷൻ ആണ് NMR സ്പെക്ട്രോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്നത്? അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. NMR സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, അത് റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ആണ്. റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ആണ് NMR സ്പെക്ട്രോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. എങ്ങനെയായിരുന്നു UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടന്നത്? മോളിക്യൂളിലേക്ക് UV വിസിബിൾ ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നു. എനർജി ഗ്യാപ്പ് ഡെൽറ്റ ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ആണെങ്കിൽ ആ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് ഇലക്ട്രോൺ ലോവർ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക്, അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അതാണ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി ഓർ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. IR സ്പെക്ട്രോസ്കോപ്പി എന്തായിരുന്നു? മോളിക്യൂളിലേക്ക് IR റേഡിയേഷൻ, ഇൻഫ്രാറെഡ് റേഡിയേഷൻ വന്ന് ഹിറ്റ് ചെയ്യുന്നു. അവിടെ വൈബ്രേഷണൽ എനർജി ലെവൽസ് തമ്മിലുള്ള എനർജി ഡിഫറൻസ് ഡെൽറ്റ ഇക്ക് ഈക്വൽ ആയിട്ടുള്ള എനർജി ആണെങ്കിൽ മോളിക്യൂളിന് ഒരു വൈബ്രേഷണൽ ട്രാൻസിഷൻ നടക്കുന്നു. ലോവർ വൈബ്രേഷണൽ എനർജി ലെവലിൽ നിന്ന് ഹയർ വൈബ്രേഷണൽ എനർജി ലെവലിലേക്ക് ട്രാൻസിഷൻ നടക്കുന്നു. അങ്ങനെയാണ് ആ 2 സ്പെക്ട്രോസ്കോപ്പി നമ്മൾ പറഞ്ഞത്. What about NMR spectroscopy? Here, radio waves induce transitions between magnetic energy levels of nuclei of a molecule, which are created by keeping the nuclei in a magnetic field. What is that?
radio frequency waves induce transition between magnetic energy levels of nuclei of a molecule. When the radio frequency fall on a molecule, there will be transitions between nuclear magnetic energy levels. അറിഞ്ഞല്ലോ ഇലക്ട്രോണിക് ട്രാൻസിഷൻ പറയാം അവിടെ ഇലക്ട്രോണിക് എനർജി ലെവൽസ് ആയിട്ട് വൈബ്രേഷണൽ ട്രാൻസിഷൻ പറഞ്ഞപ്പോൾ അവിടെ വൈബ്രേഷണൽ എനർജി ലെവൽസ് ആയിരുന്നു NMR സ്പെക്ട്രോസ്കോപ്പിയിൽ ന്യൂക്ലിയർ മാഗ്നറ്റിക് എനർജി ലെവൽസ് ആണ് ഉള്ളത് magnetic energy levels of nuclei of a molecule. ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ട് ആ മോളിക്യൂളിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്നു ഒരു മോളിക്യൂളിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഓർക്കരുത് ഒരു മോളിക്യൂളിനെ എടുത്ത് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്നു എന്നല്ല ഒരു കോമ്പൗണ്ട് ആണല്ലോ ഈ മോളിക്യൂൾ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ആണ് ആ കോമ്പൗണ്ടിനെ അതിൻ്റെതായ വെസലിൽ എടുക്കുന്നു ക്യൂവറ്റ് ആവാം ക്യൂവറ്റിൽ എടുത്തു എന്നിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്നു എന്ന് വെച്ചാൽ സൗത്ത് പോളിനും നോർത്ത് പോളിനും ഇടയിൽ നമ്മുടെ മോളിക്യൂളിനെ വെക്കുന്നു ഓക്കെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിലാണല്ലോ വെക്കുന്നത് സൗത്ത് പോളിനും നോർത്ത് പോളിനും ഇടയിൽ എന്ന് പറയുമ്പോൾ അതൊരു മാഗ്നറ്റിക് ഫീൽഡാണ് അവിടേക്ക് ഈ മോളിക്യൂളിനെ വെക്കുന്നു അപ്പോൾ എന്ത് ചെയ്യും മോളിക്യൂളില് മാഗ്നറ്റിക് എനർജി ലെവൽസ് ഓഫ് ന്യൂക്ലിയർ മാഗ്നറ്റിക് എനർജി ലെവൽസ് വിൽ ബി ക്രിയേറ്റഡ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്ന മോളിക്യൂളിലാണ് മാഗ്നറ്റിക് എനർജി ലെവൽസ് ഓഫ് ന്യൂക്ലിയെ ഫോം ചെയ്യുന്നത് അതായത് ന്യൂക്ലിയർ മാഗ്നറ്റിക് എനർജി ലെവൽസ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചത് കൊണ്ട് ന്യൂക്ലിയയിൽ ഉണ്ടാകുന്ന എനർജി ലെവൽസ് മാഗ്നറ്റിക് എനർജി ലെവൽസ് ക്രിയേറ്റ് ചെയ്യുന്നു ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ന്യൂക്ലിയർ മാഗ്നറ്റിക് എനർജി ലെവൽസിന്റെ ഇടയിലാണ് ട്രാൻസിഷൻ വരുന്നത് ഓക്കെ എങ്ങനെയാണ് മാഗ്നറ്റിക് എനർജി ലെവൽസ് ക്രിയേറ്റ് ചെയ്യുന്നത് ബൈ പ്ലേസിംഗ് ദ ന്യൂക്ലിയർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് വെൻ റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ഹിറ്റ് ഓൺ ദ മോളിക്യൂൾ there will be transitions between magnetic energy levels of nuclei of the molecule. And there are some conditions to be NMR active. IR സ്പെക്ട്രം കാണിക്കാൻ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു മോളിക്യൂൾസിൽ IR സ്പെക്ട്രം കാണിക്കണമെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അല്ലെ എന്തായിരുന്നു IR സ്പെക്ട്രം കാണിക്കാനുള്ള കണ്ടീഷൻ എന്തിനാ യെസ് മാം ഒരു മോളിക്യൂൾ IR സ്പെക്ട്രം കാണിക്കണമെങ്കിൽ എന്താണ് കണ്ടീഷൻ ഡൈപോൾ മൊമെന്റ് നോട്ട് ഈക്വൽ ടു 0 ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കണം ഓക്കെ അതായിരുന്നു IR സ്പെക്ട്രോസ്കോപ്പിയുടെ കേസിലുള്ള കണ്ടീഷൻ ഇവിടെ NMR സ്പെക്ട്രം കാണിക്കണമെങ്കിൽ മോളിക്യൂളിന്റെ ന്യൂക്ലിയർ സ്പിൻ must be non-zero. Nuclear spin of the molecule must be non-zero. Then only the molecule will be NMR active. I not equal to 0. Must be non-zero. I not equal to 0. Then only the molecule will be NMR active.
നമുക്കവിടെ എക്സാമിന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. കുറച്ച് മോളിക്യൂൾസ് തരുന്നു. ആ മോളിക്യൂൾസിലെ ഏതൊക്കെ ആണ് NMR ആക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസ്? കുറച്ച് മോളിക്യൂൾസ് തന്നിട്ട് അതിൽ ഏതൊക്കെ മോളിക്യൂൾസ് ആണ് NMR ആക്റ്റീവ് ആയിട്ടുള്ളത്? എങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്യും? ആ മോളിക്യൂളിലെ ഏതൊക്കെ മോളിക്യൂൾസിനാണ് I ≠ 0 വരുന്നത്? ആ മോളിക്യൂൾസ് ആണ് NMR ആക്റ്റീവ് ആയിരിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ചെക്ക് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം IR സ്പെക്ട്രം കാണിക്കുന്ന മോളിക്യൂൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഡൈപോൾ മൊമെന്റ് ≠0 വരുന്ന മോളിക്യൂൾസ് ആണ് IR സ്പെക്ട്രം തരുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ഏതൊക്കെ മോളിക്യൂൾസ് NMR സ്പെക്ട്രം തരുമെന്ന് ചോദിച്ചാൽ ഏതൊക്കെ മോളിക്യൂൾസിന്റെയാണ് I ≠ 0 വരുന്നത്? ആ മോളിക്യൂൾസ് ഒക്കെയാണ് NMR സ്പെക്ട്രം തരുന്നത്. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കും? I ≠ 0 ആണോ I=0 ആണോ എന്ന് അതെങ്ങനെ കണ്ടുപിടിക്കും? An NMR spectroscopy is used to study physical and chemical properties of matter. That is the application of NMR spectroscopy. It is used to study physical and chemical properties of matter. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ സ്ലൈഡിൽ നിന്ന് പോയിന്റ്സ് നോട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പറയണേ. അറ്റൻഡൻസ് പറഞ്ഞേ. മാത്രം Present, ma'am. അഭിജിത്ത് Present, ma'am. അഭിജിത്ത് KP, Present, ma'am. അഭിരാം, Present, ma'am. Present, ma'am. ആദിത്യ, Present, ma'am. അദ്വൈത്, Present, ma'am. അഫ്രാം, Present, ma'am. അക്ഷയ, Present, ma'am. അമൽ, Present, ma'am. അമോന, അമയ, Present, ma'am. അങ്കിത, Present, ma'am. അനന്യ, Present, ma'am. അനുശ്രീ, Present, ma'am. അനുശ്രീ V, Present, ma'am. അൻവയ, Present, ma'am. ആര്യ, Present, ma'am. അതുൽ, Present, ma'am. അതുലൻ, Present, ma'am. ചന്ദന, ചന്ദന, Present, ma'am. Present, ma'am.